welcome back to Zion Learning. Welcome back to our English class. So, എന്താണ് പരീക്ഷയാണ്, ചൂടുള്ള സമയമാണ്. ബിക്കോസ് ഇതേപോലെ എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഒരു ചിത്രം പോലെ ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ എന്താണ് കൂട്ടിക്കൊഴിച്ച് പഠിച്ച് ഏകദേശം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ അവസ്ഥ അല്ലേ. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റ് എ ടൈം നമ്മൾ പഠിക്കുകയാണ്. ബട്ട് സ്റ്റിൽ വി ഹാഡ് ടു ഗോ ഓൺ. നമ്മൾ മുന്നോട്ടേക്ക് പോയേ പറ്റൂ, നമ്മൾ എക്സാം എഴുതിയേ പറ്റൂ. ബിക്കോസ് നമുക്ക് അത്ര കപ്പാസിറ്റി എന്തുണ്ട് നമ്മുടെ ബ്രെയിനിനുണ്ട്. ഓക്കെ, നമുക്ക് അത് പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ്. സോ നത്തിങ് ടു വറി. അയ്യോ ഞാൻ എത്രയാണ് പഠിക്കുന്നത് മിസ്സേ, എനിക്ക് പഠിക്കാൻ വയ്യ, അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. ഓക്കെ, നമ്മൾ പൊട്ടൻഷ്യലാണ്, നമുക്ക് കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ ഒന്ന് ഇടയ്ക്ക് എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് ബ്രേക്ക് എടുക്കുക. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യുക, വീണ്ടും നമ്മൾ പഠിച്ചു തുടങ്ങാം. ഓക്കെ, നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ ഇന്ന് പഠിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്നറിയാവോ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, മുൻപത്തെ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് കൺവേഴ്സേഷൻ റൈറ്റിംഗ് ആണ്, സംഭാഷണമാണ്. ആര് തമ്മിലുള്ള സംഭാഷണമാണെന്നല്ലേ ഇവിടെ നോക്കുക. ഐ എം സോറി, ഐ വിഷ് ഐ കുഡ് ഗിവ് യു സംതിങ്. ആരത് പറയുന്നത്? ബട്ട് ഐ ഹാഡ് നത്തിങ് ലെഫ്റ്റ് അല്ലേ. നമുക്കറിയാം, ഐ എം സോറി, ഐ വിഷ് ഐ കുഡ് ഗിവ് സംതിങ് ടു യു. എനിക്ക് ആഗ്രഹമുണ്ട് നിനക്ക് എന്തെങ്കിലും തരാൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഉറപ്പാണ് ഇത് പറഞ്ഞത് മറ്റാരുമല്ല, നമ്മുടെ ഗിവിങ് ട്രീ ആണ് എന്നല്ലേ. നമ്മുടെ ട്രീ ആണ്, നമ്മുടെ മരമാണ്, അത്രയ്ക്ക് ലവിങ് ആണ് ആര്, നമ്മുടെ ട്രീ. നോക്കുക, ഐ എം ജസ്റ്റ് എൻ ഓൾഡ് സ്റ്റെം നൗ. പക്ഷെ എനിക്ക് എന്തില്ല, ഇനി എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ബിക്കോസ് ഞാനിപ്പോൾ എന്ത് മാത്രമായിട്ട് മാറി, ഞാൻ വെറും ഒരു സ്റ്റെമ്പായിട്ട് മാറി അല്ലേ, വെറും ഒരു തടിക്കഷ്ണം, ആ ഒരു കുറ്റിക്കഷ്ണം മാത്രമേ ഇനി എന്തുള്ളൂ, മൂപ്പരാൾക്കുള്ളൂ, ബാക്കിയൊക്കെ കൊടുത്ത് തീർത്ത് പാവം. The tree was very sad. The tree was very, 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 very sad, totally sad. The old man was very sad as he was the reason behind the sorrowful condition of the tree. The old man also felt very sad. ഇപ്പോഴാണ് നമ്മുടെ ഓൾഡ് മാനും എന്താവുന്നത്, അവനും വിഷമമാവുന്നത്. കാരണം അവൻ ചിന്തിച്ചു, അയ്യോ എന്തോരം നല്ല മരമായിരുന്നു അല്ലേ, ഞാനാണല്ലോ ഇതിൻ്റെ ഒരു റീസൺ, ഐ ആം ദ റീസൺ, ഞാനല്ലേ ഇതിനെങ്ങനെ ആക്കിയത് എന്നുള്ള ആ ഒരു ചിന്ത ആർക്ക് വന്നിട്ടുണ്ട്, അവന് വന്നിട്ടുണ്ട്. നോക്കുക നിങ്ങൾ, ഹീ സെഡ് സോറി ടു ദ ട്രീ ആൻഡ് ബിഗാൻ ടു സ്പീക്ക്. അപ്പോൾ അവൻ എന്താണ്, അവൻ ആ ഒരു മരത്തിനോട് സോറി പറഞ്ഞുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. കാരണം ഹീ ഈസ് ദ റീസൺ ഓഫ് ദിസ് കണ്ടീഷൻ, ഓഫ് ദിസ് സിറ്റുവേഷൻ. ഇങ്ങനെ ആക്കിയതിനുള്ള കാരണം ആരാണ്, നമ്മുടെ ഓൾഡ് മാൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ സംസാരിക്കാൻ തുടങ്ങുക, ഒരു കൺഫ്യൂസിങ് തുടങ്ങുകയാണ്. തരം നമ്മളൊരു കുറ്റബോധം വന്നിട്ടുള്ള സംസാരമൊക്കെ ഉണ്ടാവില്ല, അയ്യോ ചെയ്ത് തെറ്റായിപ്പോയി, ഇത്രയ്ക്കൊന്നും ഞാൻ ഈ മരത്തെ യൂസ് ചെയ്യരുതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. ഇവിടെ നോക്കുക, റോയ് ദ കൺവേഴ്സേഷൻ ബിറ്റ്വീൻ ദ ട്രീ ആൻഡ് ദി ഓൾഡ് മാൻ. അപ്പം നമ്മുടെ ട്രീയും നമ്മുടെ ഓൾഡ് മാനും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. യെസ്, അപ്പോൾ അതിന് മുൻപ് നമ്മുടെ സംഭാഷണം അവിടെ നിൽക്കട്ടെ, അതിന് മുൻപ് വേറൊരു സംഭാഷണം ആവാം നമുക്ക്. നോക്ക്, നിങ്ങൾ എല്ലാവരും നമ്മുടെ പൃഥ്വി ബാച്ച് സ്റ്റുഡൻസ് ആണ് അല്ലേ. നെക്സ്റ്റ് ഇയർ യു ആർ ഗോയിങ് ടു യുവർ 6th സ്റ്റാൻഡേർഡ്. 6th സ്റ്റാൻഡേർഡിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. 6th സ്റ്റാൻഡേർഡിൽ എന്താണ്, ഈ ഒരു പ്രാവശ്യമാണ് പുസ്തകം മാറിയത് അല്ലേ. അപ്പോൾ എന്താണ്, പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. നിങ്ങളെ സംബന്ധിച്ച് 5ഉം 6ഉം ഒക്കെ ഇനി അങ്ങോട്ടേക്ക് പഠിക്കുന്നതൊക്കെ പുതിയ പാഠപുസ്തകം തന്നെയാണ്. ബട്ട് എന്താ, പൃഥ്വിയിൽ നിങ്ങൾ വന്ന സമയത്ത് നിങ്ങൾക്കറിയാം എത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു. വളരെ പ്രോപ്പറായിട്ട് നമ്മൾ പാഠങ്ങൾ പഠിച്ച് അതിലും പ്രോപ്പറായിട്ട് നമ്മൾ ആക്ടിവിറ്റീസൊക്കെ ചെയ്തു. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് എഗെയിൻ നമ്മൾ റിവിഷൻ ക്ലാസ്സസ് നമ്മൾ കണ്ടക്ട് ചെയ്ത്. അത് മാത്രമാണോ, നമ്മൾ എന്തോരം പരീക്ഷകൾ നമ്മുടെ ആപ്പിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ അല്ലേ, ഓരോ പാഠം കഴിയുമ്പോൾ നമ്മൾ എക്സാം നടത്തി. ഇംഗ്ലീഷൊക്കെ ആണെങ്കിൽ യൂണിറ്റ് ടെസ്റ്റ് നമ്മൾ എന്താണ് കംപ്ലീറ്റ് നടത്തിയിട്ടുണ്ട്. അത് മാത്രമാണോ, നമ്മൾ ക്വാർട്ടർലി ആകുമ്പോൾ ക്വാർട്ടർലി എക്സാം നടത്തി, ഹാഫ് ഇയർലി ആയപ്പോൾ ഹാഫ് ഇയർലി എക്സാം നടത്തി, ആനുവൽ എക്സാം നടത്തി. അത് മാത്രമാണോ, നമ്മൾ PYQ ഡിസ്കഷൻ വെച്ചു, നമ്മൾ മെറ്റീരിയൽസ് എന്താണ് പ്രൊവൈഡ് ചെയ്ത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് അറിയാലേ. ഇനി അത് മാത്രം നമ്മുടെ പേൾ വീഡിയോ, റെക്കോർഡ് വീഡിയോ, എൻ്റെ പൊന്നോ, ബേസിക് ക്ലാസ്സസ്, നമ്മുടെ ജ്വാല, LSS, USS, NMMS, എന്തെല്ലാം സംഗതികളാണ് അല്ലേ നമ്മുടെ ആപ്പിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന എന്താണ്, എത്രയും വേഗം എന്ത് ചെയ്യുക. എപ്പോഴും മിസ് പറയുന്ന ഒരു കാര്യമാണ്, വി നീഡ് എ മെൻറ്റർ. നമുക്കൊരു മെൻറ്റർ ആവശ്യമുണ്ട്. എപ്പോഴും നമുക്ക് എന്താണ്, എപ്പോഴും നമ്മൾ അക്കാഡമിക്സിൽ നമുക്ക് എന്ത് വേണം, ഒരു ഗൈഡ് വേണം, നമുക്കൊരു മെൻറ്റർ, ഒരു ഗുരു വേണം. സോ ദ സൈലം ഈസ് ദ ഗുരു ഫോർ യു ഗായ്സ്. അപ്പോൾ നിങ്ങൾ ഏറ്റവും പെട്ടെന്ന് ഒരു കാര്യമാണ് ഇപ്പോൾ എനിക്ക് വേണ്ടി ചെയ്തു തന്നത്. ഇവിടെ 2 കാര്യങ്ങൾ ഞാൻ വട്ടമിട്ട് കാണിക്കുന്നുണ്ട്. ഒന്ന് ഓഫറാണ്, ഫുൾ ഓഫറിൻ്റെ സമയമാണ്. നമ്മളിപ്പോൾ ഇത് ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് കാണും. ഓഫറുണ്ട്, എഡ്യൂഫെസ്റ്റ് നടക്കുന്ന സമയമാണ്. എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, ഈ ഒരു ഓഫർ വേഗം കരസ്ഥമാക്കണം. അത്രയെങ്കിലും പൈസ എന്താണ് നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടൂലേ. രണ്ടാമത്തെ നോക്ക്, നിങ്ങൾ ഒന്ന് നോക്കി, ഈ ഒരു നമ്പർ നിങ്ങൾ കാണുന്നുണ്ടോ, ഈ നമ്പർ നോക്കുക, 9995400800. ഈ നമ്പറിലേക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ഒന്ന് വിളിക്കണം. ഓക്കെ, അപ്പം മക്കൾ എന്ത് ചെയ്യും, നിങ്ങൾ പാരൻസിൻ്റെ ദേ അൻഡ്ര മിസ് ഒക്കെ പറയാൻ നിങ്ങൾ കേൾക്കൂലേ. മിസ്സിൻ്റെ പൊന്നും മക്കളല്ലേ, നമ്മൾ എപ്പോഴും നിങ്ങളൊക്കെ കാണുമ്പോൾ ഓടി വന്ന് നമ്മൾ കെട്ടിപ്പിടിച്ച് ഉമ്മൊക്കെ വെക്കുന്ന മക്കളാണ്. അത്ര സ്നേഹം നമുക്ക് തരണം. അപ്പം മിസ് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കൂലേ. ജസ്റ്റ് യു ഗൈസ് ക്യാൻ മേക്ക് എ കോൾ ടു ദ നമ്പർ. എന്നിട്ട് നിങ്ങളുടെ പാരൻസിനോട് സംസാരിക്കാൻ പറയുക. ഓക്കെ, നിങ്ങളുടെ പാരൻസിനോട് സംസാരിക്കാൻ പറയുക. എന്നിട്ട് എന്താണ്, പാരൻസ് മനസ്സിലാക്കട്ടെ നമ്മുടെ ആപ്പിനെ കുറിച്ചും അതിൻ്റെ ബാച്ചുകളെ കുറിച്ചും
കുറിച്ചൊക്കെ അവർ സംസാരിക്കട്ടെ, അവരറിയട്ടെ. എന്നിട്ട് എത്രയും വേഗം എന്താണ് ഇനി പൃഥ്വി എന്താവാണ്, നമ്മുടെ ബജ്രാസ് ബാച്ച് ആവാണല്ലേ. അപ്പോൾ ഐ വിഷ് എവ്രി വൺ ടു ബി ദ അല്ലേ. ഞാൻ എന്താണ്, എനിക്ക് വളരെ ആഗ്രഹമുണ്ട് നിങ്ങൾ എന്തായാലും അവിടെ ഉണ്ടാവണം എന്ന് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് കാണാം. ഓക്കെ, ഇനി നോക്ക്. ഓ മൈ ഗോഡ്, ഇവിടെ നോക്കിയേ നിങ്ങൾ. ഇനി നമ്മുടെ ആൻസർ നമ്മൾ പറഞ്ഞു സംഭാഷണമാണ്. അവിടെ എന്തുണ്ട്, നമ്മുടെ ഓൾഡ് മാൻ ഇവിടെ നമ്മൾ എപ്പോഴും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു നമ്മുടെ ഓൾഡ് മാൻ എന്താണ്, സാഡ് ആണ്, ദുഃഖിതനാണ്. അപ്പോൾ ആ ഒരു ടോൺ നമ്മുടെ സംഭാഷണത്തിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ ട്രീ എന്താണ്, ട്രീ ഈസ് ഓൾവേസ് ഗിവിങ് ആണ്. ഓക്കെ, ട്രീ ഈസ് ഓൾവേസ് എന്താണ്, ഗിവിങ് ആണ് അല്ലേ. ട്രീ ഈസ് ഓൾവേസ് ഗിവിങ് ആണ്, കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ ട്രീയിലെ. അപ്പോൾ ട്രീ ഈസ് ഓൾവേസ് ഗിവിങ്, അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മുടെ ട്രീ ലവിങ് ആണ്, കെയറിങ് ആണ്. അപ്പോൾ ട്രീക്ക് എപ്പോഴും പോസിറ്റീവ് ഫിഗർ നമ്മളിവിടെ കൊടുക്കണം. ഇനി നോക്കാം നമുക്ക് ഈ ഉത്തരം എങ്ങനെ എഴുതാം. നോക്കുക, ഓൾഡ് മാൻ എന്താ പറയുന്നത്, ഡിയർ ട്രീ ഐ എം വെരി സോറി. യെസ്, ഒരാൾക്ക് തെറ്റ് പറ്റിയെന്ന് മനസ്സിലായാൽ നമ്മൾ എന്ത് പറയണം, വി ഷുഡ് സേ സോറി. നമ്മൾ സോറി പറയണം അല്ലേ. വി ഷുഡ് സേ സോറി. ഓൾഡ് മാൻ, ഡിയർ ട്രീ I am very sorry. Dear tree, I am very sorry. Sorry. Okay. Now, tree, sorry for what? അപ്പോൾ tree ചോദിക്കുകയാണ്, oh sorry for what? എന്തിനാ sorry പറയുന്നേ? What have you done to me? What have you done to me? എന്താ ചെയ്തത്, നീ എന്താ എന്നോട് ചെയ്തത്, എന്തിനാ സോറി പറയുന്നത്, നീ എന്നോടൊന്നും ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ what have you done to me, നീ എന്താ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഓൾഡ് മാൻ പറയാണ്, I took your fruits. ഞാൻ നിന്റെ ഫ്രൂട്ട്സ് എല്ലാം എടുത്ത് കൊണ്ടുപോയില്ലേ. Your branches, ഞാൻ നിന്റെ എല്ലാ തടികളും അല്ലേ, എന്താണ് കൊമ്പും ചില്ലും ഒക്കെ ഞാൻ എടുത്ത് കൊണ്ടുപോയില്ലേ. ആൻഡ് ഈവൻ യുവർ ട്രങ്ക്, നിന്റെ ട്രങ്ക് വരെ അല്ലേ, ആ ഒരു മരത്തടിയില്ലേ, ആ ഒരു മരത്തടി പോലും എന്താണ് ഞാൻ എടുത്ത് കൊണ്ടുപോയില്ലേ. നൗ യു ആർ ഓൺലി എ സ്റ്റംപ് ബിക്കോസ് ഓഫ് മീ. ഇപ്പം നിങ്ങൾ എന്താണ്, വെറും ഒരു സ്റ്റംപ് മാത്രമായി, ഈ ഒരു പറയുന്ന ഈ ഒരു തടിക്കഷ്ണം, ഈ ഒരു എന്താ പറയുക താഴെയുള്ള ഈ ഒരു കുറ്റിക്കഷ്ണം മാത്രം നിങ്ങൾ എന്തായി, നിങ്ങളായി. അതെന്താണ് കാരണം, ബിക്കോസ് ഐ ആം ദ റീസൺ, ഞാനല്ലേ അതിന് കാരണം. ഐ ആം ദ റീസൺ സ്റ്റംപ് ബിക്കോസ് ഓഫ് മീ, എന്നെ കൊണ്ടല്ലേ നിങ്ങളത് പോയത്. നോക്ക്, ട്രീ പറയാണ്, പ്ലീസ് ഡോണ്ട് ബി സാഡ്. ഓ മൈ ഗാഡ്, സാഡ് ആവല്ലേ ഇല്ലേ, എന്താ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, സാഡ് ആവണ്ട. ഐ വാസ് ഓൾവേസ് ഹാപ്പി ടു ഹെൽപ്പ് മൈ ഫ്രണ്ട്. യു നോ ദാറ്റ് ഐ ലവ് യു സോ മച്ച് അല്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതട്ടോ, കാരണം ദേ വർ ഫ്രണ്ട്സ് അല്ലേ. അപ്പോൾ ഐ ഓൾവേസ് വാണ്ടഡ് ടു ഹെൽപ്പ് യു. ഐ വാസ് ഓൾവേസ് ഹാപ്പി ടു ഹെൽപ്പ് മൈ ഫ്രണ്ട്. എനിക്ക് എന്താണ്, നിങ്ങളെ സഹായിക്കുന്നതിൽ എന്ന് സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഓൾഡ് മാൻ എന്ത് പറയൂ, ബട്ട് സ്റ്റിൽ ഐ ആം ദ റീസൺ ഓഫ് ദിസ് കണ്ടീഷൻ. ഓ നോ, ഞാനല്ലേ നിങ്ങൾ ഈ കണ്ടീഷന് കാരണം, ഇത്ര പരിതാപകരമായിട്ടല്ല, ഇത്ര വിഷമത്തോടുള്ള ഈ ഒരു സിറ്റുവേഷന് കാരണം ഞാനല്ലേ എന്ന് ആര് ചോദിക്കുക, നമ്മുടെ ഓൾഡ് മാൻ ചോദിക്കുകയാണ്. നൗ യു ആർ ജസ്റ്റ് സ്റ്റംപ്. ഇപ്പം നിങ്ങൾ വെറും ഒരു സ്റ്റംപ് മാത്രമായിട്ട് മാറിയില്ലേ. നോക്കുക, ട്രീ ഐ വാണ്ടഡ് ടു സീ യു ഹാപ്പി, സോ ഐ ഡിഡ് വാട്ട് ഐ കുഡ്. എനിക്ക് എപ്പോഴും നിന്നെ ഹാപ്പി ആയിട്ട് കണ്ടാൽ മതി, അതുകൊണ്ട് തന്നെ എന്താണ്, ഐ ഡിഡ് വാട്ട് ഐ കുഡ്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ഞാനത് ചെയ്തു. ഓക്കെ, ഓൾഡ് മാൻ പറയാണ്, യു ആർ എ ഗിവിങ് ട്രീ. നിങ്ങൾ എന്താണ്, യു ആർ എ ഗിവിങ് ട്രീ. എപ്പോഴും മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുന്ന, മറ്റുള്ളവർ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ട്രീ ആണ് ആര്, നിങ്ങൾ. യു നോ ഓൺലി ടു ലവ്. നിങ്ങൾക്ക് എന്ത് മാത്രമേ അറിയുള്ളൂ, സ്നേഹിക്കാൻ മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ സംഭാഷണം എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. ദിസ് ഇസ് എനഫ്. ഇത്ര എഴുതിയാൽ തന്നെ എന്താ, നമ്മുടെ ഉത്തരം എന്താണ്, നല്ല വൃത്തിയുള്ള ഒരു ആൻസറായി. ഓക്കെ, സോ ദാറ്റ്സ് എനഫ്. അപ്പം നമുക്ക് എന്താണ്, യെസ്, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനും കൂടി കഴിഞ്ഞ്, യെസ് എന്താണ്, ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ അല്ലേ. ഇപ്പോൾ എന്താണ്, ഫുള്ള് പഠിച്ച് പാക്ഡ് ആയിട്ട് നമ്മൾ ഇരിക്കുകയാണ് അല്ലേ. പാക്ഡ് ആയിട്ട് നമ്മൾ അങ്ങനെ ഇരിക്കുകയാണ്. സോ ഇനി നമുക്ക് ഇന്നത്തെ മാരത്തോണാണ് ബാക്കി എന്തുള്ളത് പഠിക്കാനുള്ളത്. എല്ലാവരും എന്ത് ചെയ്യുക, ഓടിച്ചാടി എന്താണ് ഷട്ടപ്പടി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, മാരത്തോണിലേക്ക് വരാം. ഇതേപോലുള്ള 100ഓളം ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തുണ്ട്, നമുക്ക് അവിടെ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സെറ്റായിട്ടിരിക്കുക. ഓക്കെ അല്ലേ. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ ബൈ.